പോയിന്റ് A2 കേട്ടണം. ഹൈപ്പോതൈറോയിഡിൽ നമ്മളെ പോയിന്റ് K7 കേട്ടണം. അങ്ങനെ K2 വരുന്നു. പിന്നെ മറ്റേ പോയിന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹൈപ്പറിന്റെ കേസിൽ K2 കേട്ടണം. അപ്പൊ എങ്ങനെ എടുക്കുക? തൈറോയിഡ് വാല്യൂ കുറവായിരുന്നു TSH നോക്കുമ്പോൾ. അപ്പോഴാണ് നമ്മളിത് ഇങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്തത്. ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അടുത്ത കേസിൽ ഹൈപ്പോണ്. ഹൈപ്പോന് K7 കേട്ടണം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മളിതിനെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിന് സെപ്പറേറ്റ് പ്രോട്ടോകോൾ ഉള്ളിലുണ്ട്. പക്ഷെ അത് ഇനി ഞങ്ങൾക്ക് പറഞ്ഞാൽ ഇത് നല്ല കൺഫ്യൂഷൻ ആയിക്കോളും. ഇതിന് കൊടുക്കരുത്. തൈറോയിഡിൽ ഓരോ ആൾക്കാരും അതിന് കൂടെ തന്നെ നമ്മൾ ഇതുകൂടി കൊടുക്കരുത്. പിന്നെ ഗോയിറ്ററിന്റെ കേസിൽ നമുക്ക് ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഒന്നെടുക്കുമ്പോൾ ചെയ്യണം. ഇത് നല്ലോണം ചെയ്ത് കൊടുത്താൽ എന്താകും? ഈ ഗോയിറ്റർ കുറയും. യൂനാനിലും ഗോയിറ്റർ കുറയ്ക്കാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ സൗദിയിൽ പോയ അമ്മല്ലേ അടുത്ത് വന്ന് അത് കുറയില്ലാന്നൊക്കെ പറഞ്ഞ് തൈറോയിഡ് നൊടിയോടേനി. പക്ഷെ കുറഞ്ഞ് വന്ന് ഇപ്പൊ എന്തായി? സൗദിയിലും പോയി കൊടുക്കുന്നുണ്ട്. യൂനാനും തൈറോയിഡ് നൊടിയോടാം അതോടൊപ്പം അതിലേക്ക് വന്നിട്ട് സ്റ്റിക്കറിനേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു ബട്ടർഫ്ലൈ ഇട്ടിട്ട് സ്റ്റിമുലേഷൻ കൊടുക്കും. അതിൽ മറ്റേതിട്ടിട്ട് അല്ലെങ്കിൽ മരുന്നിൽ തന്നെ ഇതിലിട്ടിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അറിയാമല്ലോ.